നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു അപ്രൻറ്റിസ്ഷിപ്പ് ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു ടെക്നിക്കൽ ഗ്രാജുവേറ്റിന് ഏറ്റവും ആവശ്യം നല്ലൊരു ഇൻഡസ്ട്രി എക്സ്പോഷർ കിട്ടുന്ന അപ്രൻറ്റിസ്ഷിപ്പാണ്. അതിലൂടെ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ നല്ലൊരു തൊഴിലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി മികച്ച ഒരു സ്ഥാപനം നൽകുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ഇന്ത്യൻ റെയർ എർത്ത്സ് ലിമിറ്റഡ് നൽകുന്ന IREL, ഇന്ത്യൻ റെയർ എർത്ത്സ് ലിമിറ്റഡ് എന്ന സ്ഥാപനം, പബ്ലിക് ലിമിറ്റഡ് സ്ഥാപനം അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനം നൽകുന്ന ഒരു നല്ല ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അപ്രൻറ്റിസ്ഷിപ്പ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ എലിജിബിലിറ്റി വേണം, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ റെയർ എർത്ത്സ് ലിമിറ്റഡ് നൽകുന്ന അപ്രൻറ്റിസ്ഷിപ്പ് ഓപ്പർച്യൂണിറ്റികളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നത്. 23 അവസരങ്ങളാണുള്ളത്. 23 അപ്രൻറ്റിസ്ഷിപ്പ് ഓപ്പർച്യൂണിറ്റീസാണ്. അതായത് ഉദ്യോഗ് മണ്ഡൽ റെയർ എർത്ത്സ് ഡിവിഷനിലാണ് ഇവർ ഇത് നൽകുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ വളരെ പ്രമുഖമായ ഒരു പബ്ലിക് ലിമിറ്റഡ് സ്ഥാപനം തന്നെ, പബ്ലിക് എൻ്റർപ്രൈസാണിത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അതിലൊരു ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ അപ്രൻറ്റിസ്ഷിപ്പ് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവും. 3 ട്രേഡുകൾ, 3 ബ്രാഞ്ചുകളിലായിട്ടാണ് അല്ലെങ്കിൽ 3 തസ്തികകളിലായിട്ടാണ് ഇവർ ഈ അപ്രൻറ്റിസ്ഷിപ്പ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. ഒന്നാമത് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ്, അതായത് ബിരുദധാരികൾക്കുള്ള ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള സ്റ്റുഡൻസിനുള്ള പ്രോഗ്രാം. അതിനകത്ത് പ്യുവർലി അത് BTech BE-കാർക്ക് ഉള്ളതാണ്. ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് BTech. അതിൽ ഏതൊക്കെ പറ്റും എന്ന് ചോദിച്ചാൽ ഈ വിളിച്ചിട്ടുള്ള അപ്രൻറ്റിസ്ഷിപ്പിൽ അവർ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത് സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇത്രയും മേഖലകളിലാണ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിലെ BTech അഥവാ BE ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതാണ് ഒന്നാമത്തെ കാറ്റഗറി, ഗ്രാജുവേറ്റ് കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി ടെക്നീഷ്യൻ കാറ്റഗറിയിലേക്കാണ് അപ്രൻറ്റിസ്ഷിപ്പ് വിളിച്ചിട്ടുള്ളത്. അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കാറ്റഗറി ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അതിനുള്ള എലിജിബിലിറ്റി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തവർക്ക് അത് അപേക്ഷിക്കാവുന്നതാണ്. മൂന്നാമത്തെ കാറ്റഗറി ട്രേഡ് കാറ്റഗറിയാണ്. അതിനകത്ത് LACP, അതായത് ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഇൻ കെമിക്കൽ പ്ലാന്റ് എന്നുള്ള ആ ഒരു ഓപ്ഷനാണുള്ളത്. ഈ ട്രേഡ് ഓപ്ഷനിൽ LACP, അതായത് ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഇൻ കെമിക്കൽ പ്ലാന്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഒരു BSc കെമിസ്ട്രി ഉള്ള ആളായിരിക്കണം. അതല്ലെങ്കിൽ LACPയിൽ ഒരു ITI, അതായത് ലബോറട്ടറി അസിസ്റ്റൻറ്റ് കെമിക്കൽ പ്ലാന്റ് എന്നുള്ള ആ ഒരു മേഖലയിൽ ഒരു ട്രേഡിൽ നിങ്ങൾക്കൊരു ITI ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. അതുമല്ല, മൂന്നാമതൊരു ഓപ്ഷനുണ്ട്, BSc ഫിസിക്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ആളാണോ എങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇത് കൂടാതെ ITI-കാർക്ക് മാത്രമുള്ള 2-3 ഓപ്ഷനും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് വെൽഡർ, ഫിറ്റർ പോലെയുള്ള 2-3 ബ്രാഞ്ചുകൾ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഏജ്, വെൽഡർ, ഫിറ്റർ, മെക്കാനിക്, ഈ 3 പ്രൊഫൈലുകളാണ് അവർ ITI-യിൽ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ITI-യിൽ വെൽഡർ, ഫിറ്റർ, മെക്കാനിക് ട്രേഡുകളിൽ ഏതെങ്കിലും ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾക്കത് അപേക്ഷിക്കാവുന്നതാണ്. ഏജ് ഗ്രൂപ്പ് 18 to 25 ആയിരിക്കണം. 18-നും 25-നും ഇടയ്ക്ക് പ്രായപരിധിയുള്ളവർക്ക് അപേക്ഷിക്കാം. ഇത് നാഷണൽ അപ്രൻറ്റിസ്ഷിപ്പ് ട്രെയിനിങ് സ്കീം പോർട്ടൽ വഴി വേണം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന കാര്യത്തിനും ഇതിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ആദ്യം നിങ്ങൾ നാഷണൽ അപ്രൻറ്റിസ്ഷിപ്പ് ട്രെയിനിങ് സ്കീമിൻ്റെ പോർട്ടലിൽ കയറി നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം അവർ പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്ന IRELൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഒന്ന് അപ്ലൈ ചെയ്യുകയും വേണം. അപ്പോൾ അതെങ്ങനെ വേണം ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ? അതിനുശേഷം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ഒരു ഇമെയിലായിട്ട് അയച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ എവിടെ കയറിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, ഏത് വെബ്സൈറ്റിലാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്, ഏത് ഇമെയിൽ IDയിലോട്ടാണ് ഈ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യേണ്ടത്, ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇട്ടേക്കാം. ഡിസ്ക്രിപ്ഷനിൽ അത് കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായി വായിച്ച് അത് മനസ്സിലാക്കിയ ശേഷം വേണം ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഈസ് November 30th. നവംബർ 30 അവസാന ഡേറ്റ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ മാക്സിമം ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു വീഡിയോ ഈ ചാനലിലൂടെ കാണുന്നത് എങ്കിൽ ദയവായി ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എല്ലാ ദിവസവും പുതിയ വീഡിയോസ് ആഡ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് കൂടുതൽ പ്രയോജനപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പ്രത്യേകം മനസ്സിലാക്കാം. വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.